പെരുമാതുറയിൽ 17-കാരന്റെ ദുരൂഹ മരണത്തിൽ സുഹൃത്ത് കഠിനംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ. കൊട്ടാരം തുരുത്തു സ്വദേശി ഫൈസലാണ് കസ്റ്റഡിയിലുള്ളത്. ഇർഫാനെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോകുന്നതും തിരികെ വീട്ടിൽ കൊണ്ടുവിട്ടതും ഫൈസലാണ്. അതേസമയം ഇർഫാന്റെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. ഇന്നലെ പുലർച്ചെയാണ് ഇർഫാൻ മരിച്ചത്. സുഹൃത്തുക്കൾ അമിത അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ചതിനെ തുടർന്നാണ് മകൻ മരിച്ചതെന്ന് മാതാവ് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇർഫാനെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോവുകയും തിരികെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്ത ഫൈസലിനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മരണത്തിനു പിന്നിലെ ദുരൂഹത നീക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതിനിടെ തലച്ചോറിലുണ്ടായ അമിത രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. അമിത ലഹരി ഉപയോഗം മൂലമുണ്ടായതാകാമെന്നാണ് നിഗമനം. ഇത് സാധൂകരിക്കും വിധമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോലീസിന് മൊഴിയും നൽകിയിരിക്കുന്നത്. ഇർഫാന്റെ ആന്തരികാവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അമിത ലഹരി ഉപയോഗമാണോ മരണകാരണമെന്നതിൽ കൂടുതൽ വ്യക്തത ലഭിക്കൂ. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ഇർഫാനെ സുഹൃത്തുക്കൾ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയത്. രാത്രി 7 മണിയോടെ ക്ഷീണിതനായ നിലയിൽ തിരികെ വീടിനടുത്ത് ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു. പ്രാഥമിക ചികിത്സ തേടിയിരുന്നെങ്കിലും പിന്നീട് സ്ഥിതി വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.